ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് UAE പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മിക്ക സെൻറ്ററുകളിലും കാണാൻ കഴിയുന്നത്. ഇന്നലെ ദുബായ് വാർത്ത അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. പൊതുമാപ്പിൻ്റെ ആദ്യ ദിനം നിരവധി ആളുകളാണ് വിസ രേഖകൾ ശരിയാക്കി ഇവിടെ തുടരാൻ തന്നെ തീരുമാനിച്ചത്. പലർക്കും ജോബ് അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഒക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. മാത്രമല്ല നിരവധി പേർ ഈ പിഴകളൊന്നും കൂടാതെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി രാജ്യം വിടാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ 2 മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകൾ UAE കാണാൻ കഴിയും. സെപ്റ്റംബർ 1 മുതൽ 2 മാസക്കാലത്തേക്കാണ് UAE പൊതുമാപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടപ്പിലാവുന്നത്. ഈ ഒരു കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ രേഖകളൊന്നുമില്ലാതെ ഇവിടെ താമസിക്കുന്നവർ നിയമാനുസൃതമായി രാജ്യം വിടണമെങ്കിൽ അങ്ങനെ, ഇവിടെ തുടരണമെങ്കിൽ അങ്ങനെ, അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളൊരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു കാലയളവ് കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്ത് ഉടനീളം വളരെ ശക്തമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളും നിയമ നടപടിക്രമങ്ങളും നൂലാമാലകളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. അതൊഴിവാക്കാൻ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദുബായ് അവീറിലെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം ദുബായ് കൗൺസിൽ ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ സന്ദർശനം നടത്തുകയുണ്ടായി. കൗൺസിലേറ്റ് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക്. ദുബായ് കൗൺസിൽ ജനറൽ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പം വിസ നിയമലംഘകരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ UAE വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ECക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ്. ദുബായ് കൗൺസിലേറ്റിലോ അബുദാബി ഇന്ത്യൻ എംബസിയുടെ കേന്ദ്രങ്ങളിലോ ചെന്ന് ECക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിന് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ECക്ക് അപേക്ഷിച്ച് 24 മണിക്കൂറിനകം EC കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി വിസ രേഖകളൊക്കെ ശരിയാക്കി UAE തുടരാൻ ആഗ്രഹിക്കുന്നവർ ഹ്രസ്വകാല പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ECക്കായിട്ട് ദുബായ് കോൺസുലേറ്റിനെ നേരിട്ട് സമീപിക്കുക. അതുപോലെ തന്നെ ഹ്രസ്വകാല പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ BLS സെൻറ്ററുകളെയാണ് പ്രധാനമായിട്ട് സമീപിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ദുബായിലെയും നോർത്തേൺ എമിറേറ്റ്സിലെയും BLS കേന്ദ്രങ്ങളെ സമീപിക്കാം. BLS കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹ്രസ്വകാല പാസ്പോർട്ടിന് അപേക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ദുബായ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ 2 ഫോൺ നമ്പർ കൂടി തരാം. 0509433111 എന്നുള്ളതാണ് ഒരു നമ്പർ. അല്ലെങ്കിൽ 800-46-342 എന്നുള്ളതാണ് മറ്റൊരു നമ്പർ. അബുദാബി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യൻ എംബസിയെ ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട കോൾ സംവിധാനത്തിൻ്റെ നമ്പർ 0508995583 എന്നുള്ളതാണ്. അബുദാബിയിലും മറ്റു മേഖലകളിലുമുള്ളവർ അൽറീം, മുസഫ, അലൈൻ മേഖലകളിലെ BLS സെൻറ്ററുകളെയാണ് ഇത്തരത്തിലുള്ള ഹ്രസ്വകാല പാസ്പോർട്ടിനും മറ്റു കാര്യങ്ങൾക്കുമായി സമീപിക്കേണ്ടത് എന്നുള്ളൊരു കാര്യവും എംബസി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ദുബായ് അൽ ഖൈൽ റോഡ് വികസന പദ്ധതികൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സമയം കൂടിയാണ്. യാത്രാ സമയം 30% കണ്ട് കുറയ്ക്കുക, അതുപോലെ തന്നെ മണിക്കൂറിൽ 19,000-ലധികം വാഹനങ്ങൾക്ക് അറ്റ് എ ടൈം കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള വിശാലമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അൽ ഖൈലിൽ റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ ലൈനുകൾ കൂടുതൽ അനുബന്ധമായി ചേർക്കുന്ന വികസനം, പാലങ്ങളുടെ പണി ഇതൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 2 പാലങ്ങൾ കൂടി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അൽ ഖൈൽ റോഡിൽ. സബീൽ, അൽഖൂസ് 1 എന്നിവിടങ്ങളിലാണ് പാലങ്ങളുടെ പണി പൂർത്തിയായത്. ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് 1350 മീറ്ററാണ് 2 പാലങ്ങളുടെയും ആകെ ദൂരം. മണിക്കൂറിൽ 8000-ലധികം വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയുമെന്നാണ് RTA തന്നെ അറിയിച്ചിട്ടുള്ളത്. അൽ ഖൈൽ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി 3300 മീറ്ററിൽ 5 പാലങ്ങളാണ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം 6800 മീറ്ററിലധികം ലൈൻ വികസനവും അൽ ഖൈലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അൽ ഖൈൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ 2 പാലങ്ങളാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നതെന്നാണ് RTA അറിയിച്ചിട്ടുള്ളത്, സബീലിലും അൽഖൂസ് 1-ലും. സുസ്ഥിരമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ട് ഉൽപാദന സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലൂന്നി ഒരുപാട് പ്രവർത്തനങ്ങൾ UAE നടക്കുന്നുണ്ട്. മലീഹയിലെ ഗോതമ്പ് പാടങ്ങളും ഡയറി ഫാമും അതുപോലെ തന്നെ പൗൾട്രി ഫാമും ഒക്കെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംവിധാനങ്ങളാണ്. അബുദാബിയിൽ മേഖലയിലെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. 7500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ്
മേഖലയിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ സ്ട്രോബെറി ഫാം അബുദാബിയിൽ ഉണ്ടാവുക. 50 കോടി ദിർഹം ചെലവിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫാമും അനുബന്ധ സംവിധാനങ്ങളും അബുദാബിയിൽ ഒരുങ്ങുന്നത്. വരുന്ന ശൈത്യകാലത്താണ് ഫാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. മവാരിദാണ് കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള പ്ലാന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി സഹകരിച്ച് ഇത്തരത്തിലുള്ള ഒരു കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. 50 കോടി ദിർഹം ചെലവിട്ടാണ് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രോബെറി ഫാം അബുദാബിയിൽ കൊണ്ടുവരിക എന്നറിയിച്ചിട്ടുണ്ട്. പ്രതിവർഷം 20 ലക്ഷം കിലോഗ്രാം സ്ട്രോബെറി ഉൽപ്പാദനമാണ് ഈ ഫാമിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല 100 പേർക്ക് ഡയറക്റ്റായിട്ടുള്ള ജോലിയും ഈ സ്ട്രോബെറി ഫാമുകളിൽ ലഭ്യമാകും എന്നുള്ള ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ അറിയിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാർഷിക രീതികൾ, ശാസ്ത്രീയമായ കാർഷിക രീതികൾ അവലംബിച്ചുകൊണ്ട് UAE ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് കുറച്ചുകൂടി കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അബുദാബിയിൽ വരുന്ന വെർട്ടിക്കൽ സ്ട്രോബെറി ഫാം എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിന്ന് പറയാനുണ്ട്.